ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി നല്ല ലേറ്റായി പോയി. അപ്പം ഇത് ഞങ്ങൾ മധുരയ്ക്ക് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പെട്ടെന്ന് ഇറങ്ങുന്നത്. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മെയിനായിട്ട് പറയുന്നതാണ്, ഒരു പ്ലാനിങ്ങും ഇല്ല. സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല, എല്ലാം പെട്ടെന്ന് തോന്നുന്ന തോന്നലിൽ ഇറങ്ങിപ്പോകുന്നതാണ്. അങ്ങനെ നൈറ്റ് 12:30ക്കുള്ള ട്രെയിൻ നമ്മൾ കയറി ഒരു 9:15 9:30 ആയപ്പോൾ മധുരയിലെത്തി. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കക്ഷീണം പറഞ്ഞാൽ നമ്മൾ നല്ലോണം ഉറങ്ങിയിട്ടുള്ള ക്ഷീണമാണ് കേട്ടോ. നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി. അങ്ങനെ റെയിൽവേൻ്റെ അവിടെ എത്തി. നമ്മൾ 30 രൂപേൻ്റെ എ സീൻ്റെ അവിടെ 30 അല്ലേ 40 രൂപ എ സീൻ്റെ അവിടെ ഫ്രഷപ്പ് ആവാനുള്ള ഇതെടുത്ത് ടിക്കറ്റ് എടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേച്ചീനെ കണ്ടോ. ഈ ചേച്ചി നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ച് വന്നത്. അവർ മണ്ണാർക്കാട് ഏറ്റുമാണ്. എന്താ ഇവിടെ എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ റൂട്ടൊക്കെ എഴുതി തന്നായിരുന്നു. അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് എന്താ കഴിക്കും. അവിടെ 11:15 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. ഹോട്ടലിൽ വേറെ വട അങ്ങനത്തെ സാധനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് റോഡ് സൈഡിലുള്ള തട്ടുകടയായിരുന്നു. ഒരു 3-4 ചേച്ചിമാർ നടത്തുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഇഡ്ഡലി, ഞാൻ ഒരു 2 ഇഡ്ഡലിയും അവളൊരു ദോശ കഴിച്ച്. ഗൈസ്, സത്യം പറയാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇഡ്ഡലി. പക്ഷെ കഴിച്ചപ്പോഴാണ് കല്ലായിരുന്നു. പകുതിയോളം എനിക്ക് കല്ലാണ് കിട്ടിയത്. എങ്ങനെയൊക്കെയോ ഞാൻ പകുതി ഞാൻ തുപ്പിക്കളഞ്ഞ്, പകുതി ഞാൻ കഴിച്ചു. അങ്ങനെ അവളെ ദോശ ചൂട് അപ്പോൾ സ്പോട്ടിൽ ചുട്ടെടുക്കുന്നത്. പക്ഷെ അവൾ പറഞ്ഞ് കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. ഗൈസ്, ഞങ്ങളിപ്പം തിരുമല മഹലിലേക്ക് ബസ് ഇനി അവിടെ എത്തിക്കണം. അങ്ങനെ ഗൈസ്, നമുക്ക് ബസ് കയറി. ബസ് ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അതാണ് അവിടുത്തെ ഒരു മെയിൻ കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കയറുക, ചെല്ലുക, ഇരിക്കാം, സ്ഥലത്തെത്തുക, ഇറങ്ങുക, അത്രയേ ഉള്ളൂ. ടിക്കറ്റ് അവർ മുറിച്ച് നമ്മൾ കയ്യിൽ തരും. പക്ഷേ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലൊക്കേഷനിലെത്തി നമ്മൾ ഇറങ്ങി.